ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ രാവിലെ നമ്മുടെ ജയ്തൂട്ടന് ഗ്രാജുവേഷനാണ്. അപ്പോൾ അവന് രാവിലെ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവന് യൂണിഫോം ഇടണ്ട, കളർ ഡ്രസ്സ് ഇട്ട് പോയാൽ മതി. അപ്പോൾ ഗ്രാജുവേഷൻ പ്രമാണിച്ച് അവനൊരു പുതിയ പാൻറ്റും ഷർട്ടും വേണമെന്ന് പറഞ്ഞ് അവനതൊക്കെ എന്നെക്കൊണ്ട് മേടിപ്പിച്ചായിരുന്നു കേട്ടോ. ഇത് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജയ്തൂട്ടിൻ്റെ സ്കൂളിലായിട്ടുള്ള വഴി. ഇത് അവിടെ അവരുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ഓട്ട്ലാൻഡ്സ് പ്രൈമറി സ്കൂളിൻ്റെ തന്നെ മോണ്ടിസറി സർവീസാണ്. പ്രീ സ്കൂളും ആഫ്റ്റർ സ്കൂളും സർവീസും ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മുടെ ജയ്തൂട്ടൻ ഫ്രണ്ടിലേക്ക് നടന്നു പോവാണ്. ഈ വർഷം അവൻ സീനിയർ മോണ്ടിസറിയിലായിരുന്നു. അപ്പോൾ അടുത്ത വർഷം അവൻ ജൂനിയർ ഇൻഫൻറ്റിലേറ്റാണ്. അപ്പോൾ ഈ മോണ്ടിസറി കഴിഞ്ഞതിൻ്റെ ഒരു ഗ്രാജുവേഷനാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെ രാവിലെ വിടണം. 11 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പേരൻസിനോടും ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ഇതാണ് അവനെ സ്കൂളിലേക്ക്, ഇവൻ്റെ സീനിയർ മോണ്ടിസറിയിലേക്ക് കയറി പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ വിട്ടിട്ട് 11 മണിയാകുമ്പോൾ ചെന്ന് അവരുടെ ഫംഗ്ഷൻ കൂടാൻ പറ്റും. ഇതേ കണ്ടോ, അവരുടെ ഫംഗ്ഷൻ തുടങ്ങുകയാണ്. നമ്മുടെ ടീച്ചേഴ്സ് ഒത്തിരി ഡെഡിക്കേറ്റഡാണ്. അവർ ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ റെഡിയാക്കി ഇതേ കണ്ടു, ഒരാളുടെ പുറകെ ക്യൂവിൽ പോകാൻ തന്നെ അവരെന്ത് ബുദ്ധിമുട്ടിയാണ്. ഇങ്ങനെ ഇത്രയും നമ്മുടെ വീട്ടിൽ തന്നെ 2 പേരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയാമുള്ളൂ. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ അവർ മാനേജ് ചെയ്യുന്ന അവരെ സമ്മതിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അവരൊത്തിരി ഡെഡിക്കേറ്റഡാണ്. ഇവർക്ക് വേണ്ടി അവരൊത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. അതേ നമ്മുടെ ജയ്തൂട്ടൻ പോകുന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെ അവിടുത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേജിൽ ഉള്ള പെർഫോമൻസ് കാണാം. ഇതേ കണ്ടോ, ആ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ അവരെ ഒരു സ്റ്റേജിലൊക്കെ കയറ്റിയിരുത്തി. ഈ സ്റ്റേജിൻ്റെ പുറകിൽ നമുക്ക് കാണാം നമ്മുടെ ഈ പിള്ളേരെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ച് അവർ ബാനറൊക്കെ അടിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചെയറൊക്കെ ഇട്ട് ബെഞ്ചൊക്കെ ഇട്ട് അവരെ അറേഞ്ച് ചെയ്തിരുത്തി. അപ്പോൾ ഇത് ഒരു മാസമായിട്ട് അവരിതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനിലായിരുന്നു. പിള്ളേരെ പാട്ട് പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു നല്ല പരിപാടി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ടീച്ചേഴ്സിൻ്റെ ഒത്തിരി എഫേർട്ട് ഇതിൻ്റെ പിറകിലുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Photos are not to be shared on social media. They're for your own use only. And their bags and coats are down the back of the hall. Okay? Now are you ready? Do you want to give your mums and dads a wave before we start? Okay. Ladies and gentlemen, boys and girls, welcome to our end of year show. Summer has come and it's holiday time. We go to the beach when the sun comes out to shine. Well, whenever it comes out to shine. Well, how do we get there without a bus, car, train or bus?
At the beach with all its smiles, we look for sand, fish and shells. What's your favorite fish, you must tell? There's one fish family we don't want to meet. It's the shark family with its big white teeth. ഇത് കണ്ടോ. പിന്നെ അടുത്തതായിട്ട് അവർക്ക് ഈ പിള്ളേരെ ഓരോരുത്തരെയും വിളിച്ച് അവർക്കുള്ള സമ്മാനങ്ങളും പിന്നെ അവരുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ എന്തൊക്കെയോ ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവരൊരു സ്കൂളിൻ്റെ ഈ ഫുൾ ഇയറിൽ അവരെന്തെല്ലാം ആക്ടിവിറ്റീസാണോ ചെയ്തേക്കുന്നത് അതെല്ലാം ഒരു ബുക്ക്ലെറ്റാക്കി ഉണ്ടാക്കി അവർക്ക് അടുത്തത് നമ്മുടെ ജെയ്തനാണ്. ജെയ്ഡൻ അവൻ്റെ സ്കൂളിലെ ബുക്ക്ലെറ്റും കിട്ടി. പിന്നെ ഇതേ കണ്ടോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ മിഠായി ഉണ്ട്, അങ്ങനെ എല്ലാം ജെയ്തുവിന് കിട്ടി. അങ്ങനെ ജെയ്തു ഹാപ്പിയായിട്ട് ഇറങ്ങി തന്നെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ജെയ്തുവിൻ്റെ പടം വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതോടുകൂടി ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ജെയ്തു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു, ടീച്ചേഴ്സിൻ്റെ കൂടെ എടുത്തു, പിന്നെ അവൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസും എടുത്തു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അവൻ ഒത്തിരി ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അവൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ആ ബുക്ക്ലെറ്റ്, അതായത് മൈ ലേണിംഗ് ജേണി, അവൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് പേരൊക്കെ എഴുതി. എന്തായാലും നല്ല അടിപൊളിയാണ്. എന്താണ് ഇതിൻ്റെ അകത്തെന്ന് നമുക്ക് നോക്കാം.
ഇതാണ് ഫസ്റ്റ് പേജിൽ കാണുന്നത്. അപ്പോൾ അതിൽ അവൻ്റെ ഒരു ഫാമിലി ഫോട്ടോ, അതായത് ഇവൻ ചേർന്നപ്പോൾ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ അവർ ചോദിച്ചായിരുന്നു. ഇത് കണ്ടോ, അതാണ് അവർ വെച്ചേക്കണേ. പിന്നെ ഇതാ അവൻ്റെ ഹാൻഡ് പ്രിൻ്റ്. പിന്നെ ഇത് സെക്കൻഡ് പേജ്. അതിനകത്ത് അവനിങ്ങനെ പ്രീ സ്കൂളിൽ സെറ്റിലിംഗ് ആവുന്നതിൻ്റെയും അവിടെ കളിക്കുന്നത്, ആനിമൽസിനെ പഠിക്കുന്നത്, അങ്ങനെയുള്ള ഈ കളറുകളുമായിട്ട് കളിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസും പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഇത് ഓട്ടം ലീഫ് ആക്ടിവിറ്റി, അതൊക്കെയായിരുന്നു അതിൽ അടുത്ത പേജിൽ ഇത് അവർ ഒക്ടോബറിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഹാലോവീൻ ഉണ്ടായിരുന്നു. ഹാലോവീന് അവൻ അയൺമാൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി അതിൻ്റെ ഫോട്ടോസൊക്കെ അവരെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പൈഡർമാൻ്റെ ഫോട്ടോയും കാണാം. പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാമായിരുന്നു ഒക്ടോബറിലെ ഷീറ്റിൽ കാണുന്നത്. അതിനകത്ത് ബലൂൺ പെയിൻറ്റിംഗ് ഉണ്ട്, പിന്നെ ഡൈനോസേഴ്സിനെ പെയിൻറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും അതിനകത്ത് കാണാം. അതിനകത്ത് അവർ പേപ്പർ ക്രാഫ്റ്റിൽ ഒരു പ്ലാനറ്റ് വീനസ്, പിന്നെ ഒരു ഡൈനോസർ, പിന്നെ അവൻ്റെ ഒരു റോക്കറ്റിൻ്റെ ഷേപ്പിൽ അവൻ്റെ നെയിമും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർ ചെയ്യിപ്പിക്കുന്നതാണ്. വെൽ ഡൺ. പിന്നെ ഡിസംബറിലെ പരിപാടി ഇത് കണ്ടോ, ഡിസംബറിൽ അവൻ ഒരു ഷേപ്പ് ഉണ്ടാക്കണേ, ജിഞ്ചർ ബ്രെഡ് മാൻ. ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. പിന്നെ ഇത് ക്രിസ്മസ് ട്രീ, അവർ തന്നെ ക്രിസ്മസ് ട്രീ അവനെ കൊണ്ട് ഉണ്ടാക്കിച്ചത്. അതേ ഇത് ജനുവരിയിലതേ അവർ ബോട്ടും സണ്ണും ഒക്കെ, അത് കടലും എല്ലാം ഉണ്ട്. പിന്നെ അതിനകത്ത് ഫെബ്രുവരിയിലാണെങ്കിൽ വാലൻറ്റൈൻസ് ഡേയുടെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് കാണാം. ഇതിനകത്ത് അവൻ്റെ ആക്ടിവിറ്റീസും, പിന്നെ മാർച്ചിൽ അയർലൻഡിലെ നാഷണൽ ഡേ ആയിരുന്നു, അതിന് അവൻ ഇട്ടുകൊണ്ട് പോയ പച്ച ഡ്രസ്സിലുള്ള ഫോട്ടോ വരെ അവരെടുത്ത് അത് പ്രിൻ്റ് എടുത്ത് പിന്നെ ഇതിൽ ഒട്ടിച്ച് വെച്ചേക്കണം. കണ്ടോ, മാർച്ചിൽ ബാക്കി ആക്ടിവിറ്റീസും. ഏപ്രിൽ അവർ പ്ലാന്റിങ് ആയിരുന്നു. സമ്മർ തുടങ്ങിയപ്പോൾ അവർ ഒരു പ്ലാന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഗാർഡനിങ്ങും അത് നർച്ചറിങ്ങും ഒക്കെ ആയിരുന്നു അവൻ്റെ ആക്ടിവിറ്റീസ്. അതിൻ്റെ ഫോട്ടോസും കാണാം. ഇത് നമ്മുടെ ജെയ്തൻ്റെ വക ബേർഡ് നെസ്റ്റ് ഉണ്ടാക്കിയേക്കണത്. ഇതടുത്ത ട്രീ. ഫാം വിസിറ്റ് ഉണ്ടായിരുന്നു. ആ ഫാം വിസിറ്റിൽ പോയേക്കണം അതിൻ്റെ ഫോട്ടോസും, പിന്നെ ലേഡി ബഗ് ഉണ്ടാക്കിയതും, പിന്നെ അവൻ്റെ കുറേ ആക്ടിവിറ്റീസ്. അവൻ പിള്ളേരുടെ കൂടെ കളിച്ചതിൻ്റെയൊക്കെ. അവരുടെ ടീച്ചറാണെങ്കിൽ നല്ല രീതിയിലൊരു ജെയ്തനെ പറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ ടീച്ചറിൻ്റെ പേര് ബ്രേഡ. കണ്ടോ, ഇത്രയൊക്കെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇതെല്ലാം കണ്ടപ്പോൾ. നല്ലൊരു രീതിയിൽ പിള്ളേർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിൽ അവരെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ടായിരുന്നു അവരുടേത്.